ജനസമ്പർക്ക പരിപാടിയിൽ വന്ന പരാതികൾ ചെയ്തു കൊടുക്കണമെന്ന് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നു. അതിനോട് പൂർണ്ണമായ യോജിപ്പാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് സാധ്യമല്ല, മന്ത്രിമാർക്ക് പോലും സാധ്യമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്യാബിനറ്റ് കൂടി ചർച്ച ചെയ്ത് ക്യാബിനറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനങ്ങളാണ് ഈ 45. ഈ പ്രാവശ്യവും അതുപോലുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഓരോ ജില്ലകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഇന്നത്തെ ഈ ജനസമ്പർക്ക പരിപാടിയുടെ കഴിഞ്ഞാൽ 14 ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇനി ഏതൊക്കെ കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ വേണ്ടത് എന്ന് ചിന്തിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അടിയന്തരമായി പ്രസ്തുത പരാതി സ്വീകരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ്. പുതിയ പരാതി സ്വീകരിച്ച് സോർട്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരും പ്രസ്തുത സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ്. പുതിയ പരാതികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞതനുസരിച്ച് ഇവിടെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി എത്തിയതാണ്. എല്ലാവരെയും പരാതി സ്വീകരിക്കുക തന്നെ ചെയ്യും. ആരും വെള്ളം കൂട്ടുക. പുതുതായി പരാതി തരാൻ വന്നിട്ടുള്ളവര് വന്ന് പരാതി തന്നിട്ട് പോകാം. പരാതി തരുന്നവര് പിന്നെ ഇവിടെ കാത്തു നിൽക്കണ്ട. അവരുടെ പരാതി പരിശോധിച്ച് അതിനുള്ള തീരുമാനം സമയം അറിയിക്കുന്നതാണ്. ഇപ്പം പരാതി മേടിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് നേരിട്ട് വിളിച്ചിട്ടുള്ള പരാതിക്കാരെ കണ്ട് അതിനുള്ള തീരുമാനം എടുത്തതിന് ശേഷം വൈകുന്നേരം 6 മണി 7 മണിക്ക് ശേഷവും പുതിയ പരാതികൾ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പരാതി വന്ന് അവർക്ക് മടങ്ങിപ്പോകാം. എടുത്തുകൊണ്ടുള്ള ആവശ്യമില്ല. ഇല്ല, ആംബുലൻസ് ഇങ്ങോട്ട് കൊണ്ടല്ലേ. ആംബുലൻസ് നോക്കാം. ആംബുലൻസ് സർവീസ് വിവാദത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ഇല്ലല്ലോ പറയാൻ
കൗണ്ടർ ഇതെല്ലാം കൗണ്ടറിലുണ്ട്. റേഷൻ കാർഡ് കാർഡ് APL അല്ലേ റേഷൻ കാർഡ്?